കുറഞ്ഞ സമയം കൊണ്ട് നല്ല സോഫ്റ്റായ ബോൾ പോലെയുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ? മാവ് കലക്കി വെച്ച് കാത്തിരിക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും കുറേ സമയം കേടാകാതെ ഇരിക്കുന്നതുമായ ഒരു ഉണ്ണിയപ്പ റെസിപ്പിയാണിത്. 1.5 കിലോഗ്രാം ശർക്കര, 750 മില്ലി വെള്ളം ചേർത്ത് ശർക്കര പാനി തയ്യാറാക്കുക. 1.5 കിലോഗ്രാം വറുക്കാത്ത പച്ചരി കൊണ്ടുള്ള നൈസ് പൊടിയിൽ 1/2 കിലോഗ്രാം ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദാമാവ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. യോജിപ്പിച്ചെടുത്ത പൊടിയിലേക്ക് ചെറിയ ചൂടോടെ ശർക്കര പാനി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യാനുസരണം കൊത്തിയരിഞ്ഞ തേങ്ങ ചേർത്ത് ചെറുതായി വഴറ്റുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് വഴറ്റുക. ഇത് കോരിയെടുത്ത് ചൂടാറുമ്പോൾ നേരത്തെ തയ്യാറാക്കിയ മാവിലേക്ക് ചേർക്കാം. അല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് മാവ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കലക്കിയ ശേഷം മാവിലേക്ക് ചേർക്കുക. നന്നായി യോജിപ്പിക്കുക. ദോശ മാവിനേക്കാളും കുറച്ച് കട്ടിയുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതില്ല. ഉണ്ണിയപ്പ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കുക. ഓരോ കുഴിയിലും മാവൊഴിച്ച് 2 വശവും മീഡിയം തീയിൽ ചുട്ടെടുക്കുക. ഇതുപോലെ മുഴുവൻ മാവ് കൊണ്ടും ചുട്ടെടുക്കുക. പഴം ചേർക്കാത്തത് കൊണ്ട് ഒരാഴ്ച വരെ ഇത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും.